കൊച്ചി വൈപ്പിനിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കൊച്ചി വൈപ്പിനിൽ ബോട്ടിന് ഭീമമായ പിഴ ചുമത്തിയെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം നടക്കുകയാണ്. മത്സ്യബന്ധനത്തിന് പോകാതെ കായലിൽ ബോട്ട് നിരത്തിയാണ് പ്രതിഷേധത്തെ തുടർന്ന് ജങ്കാർ സേവനം തടസ്സപ്പെട്ടു. ലൈസൻസ് പുതുക്കാതെ മത്സ്യബന്ധനത്തിന് പോയ ജപമാല വള്ളത്തിനാണ് ഫിഷറീസ് AD 2.5 ലക്ഷം രൂപ പിഴയിട്ടത്. കേസുമില്ല എന്ന് ഉറപ്പ് തന്നാല് സാറ് ഈ സമരം പിൻവലിക്കാൻ ഞങ്ങൾ കടലിലോട്ട് പോകണം. ഞങ്ങൾ ഒരു കാര്യത്തിനുമില്ല. ഞങ്ങൾ ഒരു സമരമല്ലേ ചെയ്യണത്. ഞങ്ങളുടെ ഒരു ആവശ്യം മാത്രമാണ്. ഞങ്ങൾ സമരത്തിനൊന്നുമില്ല. ഞങ്ങൾ സമരമൊക്കെ നിർത്തി വെച്ചേക്കും. ഞങ്ങളുടെ വെള്ളം വിട്ടു തരിക, അത്രേ ഉള്ളു. ഞങ്ങളുടെ പേരിൽ യാതൊരു കേസുമില്ല. ആ ഒരു നടപടി ഉണ്ടാക്കി തന്നാണ്. അഹമ്മദ് മുജ്തബ വൈപ്പിനിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു. മുജ്തബ, എന്തിനാണ് ഈ വള്ളത്തിന് ഇത്രയും വലിയൊരു തുക പിഴയിട്ടത്? എന്തായിരുന്നു അതിന്റെ കാരണം? ഇപ്പോൾ ഈ പ്രതിഷേധം എങ്ങനെ തുടരുന്നുണ്ട് അവിടെ? സൈഫുദ്ദീൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയ ഒരു വള്ളത്തിന് ഭീമമായ ഫൈൻ ഈടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ADയെ നമ്മൾ വിളിച്ചിരുന്നു. AD പറയുന്നത് ലൈസൻസ് പുതുക്കാത്ത വിഷയമുണ്ട്, ഒപ്പം തന്നെ ക്ഷേമനിധി അടക്കാത്ത വിഷയമുണ്ട്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകാതെ അവർ വൈപ്പിൻ മൂലയിൽ അവരുടെ ബോട്ടുകളുമായി പ്രതിഷേധിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ 25,000 രൂപയാണ് പരമാവധി അടക്കേണ്ടത്. ഒരു 9,000 രൂപ ക്ഷേമനിധിയിലേക്കും ഒപ്പം തന്നെ 15,000 രൂപ അവരുടെ ലൈസൻസ് ഫീ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിലേക്കും ഈ രണ്ട് തുകയും അടയ്ക്കുന്നതിനൊപ്പം തന്നെ ചെറിയൊരു തുക ഫൈനിലേക്ക് അവർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കൂട്ടാക്കാതെ ഭീമമായ 2.5 ലക്ഷത്തോളം രൂപ ഈ ബോട്ടിന്, ജപമാല എന്ന വള്ളത്തിന് ഫൈൻ ഈടാക്കിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. ഈ കപ്പൽ അപകടത്തിനൊക്കെ ശേഷം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഭീമമായ ഒരു തുക ഈടാക്കിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഏറെക്കുറെ ഒരു 10-80 ബോട്ടുകൾ ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു. എനിക്ക് തൊട്ടു പുറകിൽ ജങ്കാർ സർവീസ് ഉണ്ട്. അത് ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ചുറ്റും ബോട്ടുകളാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ തന്നെ നമ്മുടെ വിഷയങ്ങൾ പങ്കുവെക്കുകയാണ്. ഇപ്പോൾ സമരം ഇന്ന് രാവിലെ മുതലാണോ? എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം? ഇത് സമരമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ പണിക്ക് പോയിട്ട് വന്ന ജപമാല എന്ന വള്ളവും അതിനകത്ത് 47 തൊഴിലാളികളും ഇന്നലെ ഉച്ചക്ക് 2:30 മുതൽ ഈ സമയം വരെയും കൊച്ചിയിലെ കൊതുകിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കൊതുകടിയും കൊണ്ട് ഭക്ഷണം പോലും ഇല്ലാണ്ട് ആ യാനത്തിൽ കിടക്കുകയാണ്. ADയെയും DDയെയും വിളിച്ചു പറഞ്ഞു വെറും 24,000 രൂപ അടക്കാൻ ഇത്തിരി താമസിച്ചു എന്നുള്ള ഒരു കാരണത്താൽ 2.5 ലക്ഷം രൂപ ഫൈൻ ഈടാക്കിയിരിക്കുകയാണ്. ഈ നടപടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇന്നലെ 2:30 മുതൽ സാറിനെ വിളിക്കുന്നുണ്ട്. സാറെ ഇത്തിരി സാവകാശം തന്നെ, ഫൈൻ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. 2.5 ലക്ഷം ഭീമമായ തുകയാണ്. ഇന്നൊക്കെ ഒരു കേട്ടുകേൾവി കേരളത്തിലില്ലാത്ത ഒരു ഫൈനാണ് സാർ അടിച്ചിരിക്കുന്നത്, ADയും DDയും. അപ്പൊ അത് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട് നടന്നിട്ടില്ല. എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ പരമ്പരാഗത തൊഴിലാളികൾ പണിക്ക് വന്നപ്പോൾ നമ്മളുടെ സഹോദരന്മാര് 47 പേര് കൊതുകടിയും കൊണ്ട് ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. അവരെല്ലാരും കൂടെ തന്നെ പുറത്ത് വള്ളങ്ങൾ കെട്ടിയിരിക്കുകയും അവരെ ആ വള്ളത്തിന് വിട്ട് കിട്ടാണ്ട് ഞങ്ങൾ ഇവിടുന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. കാരണം ഇതിനകത്ത് കാര്യം വെച്ചാൽ ഈ വള്ളത്തിന് തന്നെ കണ്ടെയ്നർ മുങ്ങിയിട്ട്, നിങ്ങൾക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്, കണ്ടെയ്നർ മുങ്ങിയിട്ട് കണ്ടെയ്നർ എല്ലാം വെള്ളത്തിൽ കിടന്നിട്ട് ഈ വലയടിച്ചിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ആ വള്ളത്തിന് തന്നെ 5 ലക്ഷം രൂപയിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ഇന്ന് ഇപ്പൊ നിങ്ങൾക്കറിയാലോ, തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അടിക്കടിയുള്ള ഇത് നമ്മുടെ പ്രകൃതിക്ഷോഭങ്ങൾ കാരണം പണിക്ക് പോകാൻ സാധിക്കുന്നില്ല. 2-3 ദിവസം പോയി മത്തി കടലിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. അയില കിട്ടിയിട്ടില്ല. ചെറു മത്സ്യങ്ങൾ പിടിക്കാൻ പറ്റില്ല. ഞങ്ങൾ പിടിക്കുന്നില്ല. കാരണം വളരെ പ്രതിസന്ധി നിൽക്കുന്ന സമയത്താണ് തിരിച്ചടിയായിട്ടിരുന്നത്. ഇത് കുത്തനെ ഇതിന്റെ ഫീസ് കൂട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് താങ്ങാൻ സാധിക്കുന്നതല്ല. അപ്പൊ സാർ അതിന് ഇന്ന് അവധി. ആ തൊഴിൽ അവിടെ കിടന്നാൽ ഇടിച്ചു പൊളിഞ്ഞോണ്ടിരിക്കുകയാണ് ആ സാധനം. അവർ ആ തൊഴിൽ വിട്ടു പോകാത്ത കാര്യം എന്താ? 1.5 കോടി രൂപയോളം മുതൽ മുടക്കുന്ന ആ സാധനം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈ കൊച്ചിയിൽ ആറ്റിലെ വെള്ളം വരും നിങ്ങൾക്ക് എല്ലാവരും ആ നശിച്ചു പോകും. അല്ല 47 തൊഴിലാളികളും ആ തൊഴിലുമായിട്ട് അവിടെ കിടക്കുകയും. ഇത് ഇന്നലെ നിങ്ങള് ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചോ? അവരെന്താ പറഞ്ഞേ? ഞങ്ങള് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയും ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ വിളിച്ചു പറഞ്ഞു, ഭീമമായ തുകയാണ്, ഞങ്ങൾക്കിത് അടക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ 4 മാസമായിട്ട് ഇപ്പൊ ട്രോൾ ബാൻ സമയത്ത് ഞങ്ങൾക്ക് മീൻ ക്യാച്ചിങ് ഉണ്ടായിട്ടില്ല. മെയിനായിട്ട് കിട്ടുന്ന ചെമ്മീൻ, ചാള, ഇതൊന്നും കടലിൽ കാണാനില്ല. കാരണം വെച്ചാൽ കപ്പൽ മുങ്ങിയ പശ്ചാത്തലമാണ്. കപ്പൽ മുങ്ങിയ പശ്ചാത്തലത്തിൽ മീനുകളുടെ വരവ് തന്നെ കുറഞ്ഞു. മീനുകളൊക്കെ എങ്ങാണ്ടൊക്കെ മാറിക്കിടക്കുന്നു. ഇവിടെ എങ്ങും മീനില്ല. ഭയങ്കര ദുരിതത്തിലാണ് ഞങ്ങൾ. ആ സമയത്ത് ഞങ്ങൾ സാറിനോട് പറഞ്ഞു, ഇവിടുത്തെ AD ഫിഷറീസിനോടും ഡെപ്യൂട്ടി ഡയറക്ടറോടൊക്കെ നമ്മൾ പറഞ്ഞാണ്, ഞങ്ങൾക്ക് തരൂല്ല. ഞങ്ങൾക്ക് ഓണക്കാലം വരുമ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി അയില വന്ന് കിട്ടും. ആ അയില വന്ന് കിട്ടുന്ന ആ സീസണിൽ ഞങ്ങൾ സാവകാശം കാശ് അടച്ചോളാം, ഞങ്ങളെ പെർമിറ്റ് ഫീസൊക്കെ അടച്ചോളാം. മുൻകാലങ്ങളിൽ
നിയമിക്കണ ഡെപ്യൂട്ടി ഡയറക്ടർമാർ എഡിയും ഫിഷറീസ് ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇതൊരു ചെയിൻ സിസ്റ്റമാണ്. എങ്ങനെ മത്സ്യത്തൊഴിലാളികൾ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, മത്സ്യഫെഡ്, അങ്ങനെ പോകുന്ന വലിയൊരു സിസ്റ്റമാണ്, ചെയിൻ സിസ്റ്റമാണ്. ആ ചെയിൻ സിസ്റ്റത്തിൽ ആദ്യത്തെ കണ്ണികളാണ് ഞങ്ങൾ. കാശ് അടക്കൂലെന്നല്ല ഞങ്ങൾ പറഞ്ഞ, ഞങ്ങൾക്ക് 2 ദിവസം സാവകാശം താ, ഞങ്ങൾ കാശ് അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് അതനുസരിക്കാതെ ഞങ്ങളുടെ വള്ളവും പിടിച്ചു കെട്ടി തൊഴിലാളികളും പിടിച്ചു കെട്ടി രാത്രിയിൽ ഇവിടെ ഇരുന്നവര് 10-15 തൊഴിലാളികൾ കുടുംബം വിട്ടിട്ട്. കാരണം അവരുടെ വള്ളപ്രസ്ഥാനം നിന്ന് പോയാൽ, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരുടെ കുടുംബം പട്ടിണിയാവും. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വായ്പ എടുത്തിട്ടും മത്സ്യഫെഡിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെയാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ഇതെല്ലാവരും കൂടി ഇപ്പോൾ ഭയങ്കര ബാധ്യതയിലോട്ടാണ് പോണത്. വലിയ കടക്കെണിയിലാണ്. ഞങ്ങൾക്കിതിപ്പോ തൽക്കാലം പെർമിറ്റ് ഫീസൊക്കെ അടക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഞങ്ങൾക്ക് മീൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അടക്കും, എല്ലാവരും അടക്കും. നിയമങ്ങൾ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ട് നിയമങ്ങൾ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഞങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ട് ഒരു സാവകാശം താന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. നിയമ നടപടികളൊക്കെ നല്ലത് തന്നെയാണ്, സർക്കാരിന്റെ കാര്യങ്ങളാണ്. ഇപ്പൊ ഈ ജങ്കാർ സേവനമൊക്കെ തടസ്സപ്പെട്ടല്ലോ, പോലീസ് എന്താ പറയുന്നത്? ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടേക്കണത് ഒരൊറ്റ കാര്യമുള്ളൂ, ഞങ്ങളുടെ വള്ളവും ഞങ്ങളുടെ തൊഴിലാളികളും വിട്ടുതരിക. കേസൊന്നുമില്ല, ഫൈനൊന്നും അടിപ്പിക്കാൻ പാടില്ല. ഞങ്ങൾ നാളെ തന്നെ പെർമിറ്റ് ഫീസ് അടച്ചോളാം. ഞങ്ങൾ നിയമപരമായിട്ട് എത്ര കാശ് അവിടെ അടക്കാനുണ്ട് അതൊക്കെ ഞങ്ങൾ അടച്ചോളാം. ഞങ്ങളെ വള്ളം വിട്ടുതരിക, ഞങ്ങളുടെ തൊഴിലാളികളെ വിട്ടുതരാനേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ വള്ളം പിടിച്ചു കെട്ടാനും ഇവിടെ തൊഴിലാളികളെ പിടിച്ചു നിർത്താനും ഒരു സ്ഥലത്തും ഒരു അധികാരമില്ലാത്തതാണ്. ഇവിടുത്തെ DDയും ADയും ഒക്കെ അത് പിടിച്ചു കെട്ടി നിർത്തിയേക്കാണ്. അത് അവസാനിപ്പിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഞങ്ങളുടെ തൊഴിലാളികളെ ഞങ്ങളുടെ പ്രസ്ഥാനം ഒന്ന് വിട്ടു തന്നാൽ മതി. യാതൊരുവിധ കേസുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നോ ഈ സമരത്തിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകരുത്. അത് മാത്രമേ ഞങ്ങളുടെ ആവശ്യമുള്ളൂ. ഞങ്ങൾ അങ്ങനെ അറിയിപ്പ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് വിട്ടുപോകും. സൈഫുദ്ദീൻ, വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ തുടങ്ങേണ്ട ജങ്കാർ സർവീസ് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തുണ്ട്, മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ സമരം അവസാനിപ്പിച്ച് തൽക്കാലത്തേക്ക് ജങ്കാറിന് സർവീസ് നടത്താനുള്ള ഒരു സാധ്യത പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവരുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അവർ ദൈനംദിനമായി അനുഭവിക്കുന്ന സമീപകാലത്ത് പ്രകൃതിക്ഷോഭങ്ങളുണ്ട്, കപ്പൽ അപകടമുണ്ട്, കണ്ടെയ്നറുകൾ നമുക്കറിയാം വിവിധങ്ങളായ കേസ് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നടക്കുകയാണ്. കണ്ടെയ്നറുകൾ കടലിൽ വീണ് നിരവധിയായ ബോട്ടുകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടങ്ങളുണ്ട്. സ്വാഭാവികമായും 2.5 ലക്ഷം രൂപ ഫീസ് ചുമത്തി അല്ലെങ്കിൽ ഫൈൻ ചുമത്തി, പിഴ ചുമത്തി എന്ന് പറയുമ്പോൾ അവർക്ക് താങ്ങാൻ കഴിയാത്തൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി ലഘൂകരിക്കാൻ വേണ്ടി ഇന്നലെ രാത്രി മുഴുവൻ പല ആളുകളുമായി ബന്ധപ്പെട്ടു. ഫിഷറീസ് ADയോട് സംസാരിച്ചു, DDയോട് സംസാരിച്ചു. ഏതെങ്കിലും തരത്തിൽ ഒരു പരിഹാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിന് പോകേണ്ട തൊഴിലാളികൾ അവർ അവരുടെ ദൈനംദിന ഉപജീവന മാർഗം വിട്ടുകൊണ്ട് ഈ അവരുടെ ഒപ്പമുള്ള ഒരു ബോട്ടിന് വേണ്ടി, ഒരു വള്ളത്തിന് വേണ്ടി, അതിന്റെ ഫീ കുറക്കുന്നതിന് വേണ്ടിയൊക്കെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വിവിധ ആളുകൾ, സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളൊരു സാഹചര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം ഈ എറണാകുളം വൈപ്പിൻ, ഫോർട്ട് കൊച്ചി ഉൾപ്പെടെയുള്ള ഭാഗത്തേക്ക് പോകുന്ന ജങ്കാർ സർവീസാണ്. ഈ ജങ്കാർ സർവീസ് തടസ്സപ്പെട്ടിരിക്കുന്നു. രാവിലെ മുതൽ ജങ്കാർ സർവീസിന് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. വാട്ടർ മെട്രോ 8 മണിക്ക് ശേഷം സർവീസ് നടത്തേണ്ട സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ 8 മണി കഴിഞ്ഞിട്ടും ഇതുവഴി വാട്ടർ മെട്രോ ഇതുവരെ സർവീസ് നടത്തിയിട്ടില്ല. തൊട്ടപ്പുറത്ത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വലിയ കപ്പൽ, ആഡംബര നൗകയാണെന്ന് മനസ്സിലാക്കുന്നു. അത് കടന്നുപോകുന്ന അങ്ങനെ അന്താരാഷ്ട്ര കപ്പൽ ചാനൽ കൂടിയാണ്. ആ രൂപത്തിലേക്ക് വലിയ പ്രതിസന്ധി, ഈ സമരം കടുത്താൽ, വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായാൽ സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകുന്നത്. അതിനു മുമ്പ് ഈ വിഷയത്തിൽ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാകണം. ഒപ്പം തന്നെ ഈ ഭീമമായ ഫൈൻ ചുമത്തിയ നടപടി പിൻവലിക്കണം. അവർ ആവശ്യപ്പെടുന്നത് ഒരു സാവകാശം നൽകിയാൽ ഞങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ നടപടികൾ അല്ലെങ്കിൽ ലൈസൻസ് ഫീയും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ഫണ്ടും ഒക്കെ അടക്കാൻ തയ്യാറാണ്. പക്ഷേ ചില പ്രതിസന്ധികളുണ്ട്, അത് ലഘൂകരിക്കപ്പെടണം. സ്വാഭാവികമായും കുറച്ചു കഴിഞ്ഞാൽ 1-2 ദിവസം സാവകാശം ലഭിച്ചാൽ അതടക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഈ നിമിഷം